ഹലോ, ഞാൻ 8ലോ 9ലോ പഠിക്കുമ്പോഴാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ തനിച്ചൊരു ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. അന്ന് നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു പ്ലാവുണ്ട്. പ്ലാവ് ചെറുതാണെങ്കിലും നിറയെ ചക്ക ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വൈകുന്നേരം ഞാനൊരു തോട്ടിയൊക്കെ കിട്ടി താഴെ നിന്നൊരു ചക്ക ഇട്ടു. ആ ചക്കയൊന്ന് വെട്ടി രണ്ടാക്കാൻ ഞാനൊന്ന് കുറേ പാടുപെട്ടു കേട്ടോ. അമ്മയ്ക്ക് അന്നൊക്കെ ജോലിയുണ്ട്. 6 മണി കഴിയും അമ്മ വരുമ്പോഴേക്കും എന്തെങ്കിലും ഒരു കുഞ്ഞ് പലഹാരവും പിന്നെ കട്ടൻ ചായ ഉണ്ടാക്കി വെക്കണമെന്നായിരുന്നു ലക്ഷ്യം. അങ്ങനെ ഞാൻ തനിച്ചിരുന്ന് നമ്മളുടെ ചക്കയൊക്കെ വെട്ടി കുരുവൊക്കെ മാറ്റി ചുളയൊക്കെ എടുത്തൊരു ചക്കപ്പുഴുക്ക് ഉണ്ടാക്കി. അമ്മ നടന്ന് വരുന്നത് നമ്മുടെ വീട്ടിൽ ജനലിൽ നിന്നാൽ കാണാം കേട്ടോ. അന്നമ്മ സാരിയെ കൊടുത്ത് ബാഗ് തൂക്കി പറ്റില്ലാണ്ട് വീട്ടിലേക്ക് നടന്നു വരുന്നത് ഇപ്പോഴും ഉണ്ട് എൻ്റെ മനസ്സിൽ. അങ്ങനെ അമ്മ വരുമ്പോൾ കട്ടൻ ചായയും ചക്കപ്പുഴുക്കൊക്കെ എടുത്തിങ്ങനെ മുന്നിൽ വെച്ച് എന്തോ വലിയൊരു കാര്യം നേടി എന്നുള്ള രീതിയിൽ ഞാനന്ന് നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നീട് അമ്മ വരുമ്പോഴേക്കും പലഹാരങ്ങൾ ഉണ്ടാക്കൽ എനിക്ക് നല്ല ഇഷ്ടമായി. അത് പിന്നെ പതിവായിട്ടോ. അന്ന് ആ ചക്കപ്പുഴുക്കിന് എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിരുന്നു എന്ന് ഇന്നും എനിക്കറിയില്ല. ആകെ ഒന്നറിയാം, അത് അമ്മയ്ക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു. പാചകം ചെയ്യാനും അത് മറ്റുള്ളവർ കഴിച്ച് കാണുമ്പോൾ ഉള്ള സന്തോഷമൊക്കെ ആസ്വദിക്കാൻ തുടങ്ങിയത് അവിടെ മുതലായിരുന്നു. ഇപ്പം ഞാനിത് പറയാൻ കാരണേ, ഞാൻ ഈ വെക്കുന്നത് ഉണക്ക ചക്കയാട്ടോ. കഴിഞ്ഞ തവണ നാട്ടിൽ നിന്ന് വന്നപ്പോൾ അമ്മ തന്നു വിട്ടതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തപ്പോഴേ ഞാൻ ആ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തു കിട്ടോ. അപ്പോഴേ നല്ല ഉണക്ക ചക്ക പുഴുക്ക് വെക്കണതും നല്ല നാടൻ കോഴിക്കറിയുടെ വിശേഷമൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു കിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബൈ ബൈ.